ഈ കഥ തുടങ്ങണത് ഇവിടെ നിന്നാണ്. ഞാനൊരു വലിയ വണ്ടി എടുക്കാൻ പോണേ. ഡേയ് ഇത്രയൊന്നും വേണ്ട, കുറച്ചോറ വേണ്ടല്ലേ, കുറക്കാം. ഞാനൊരു ചെറിയ വണ്ടി എടുക്കാൻ പോണേ. എന്റെ പർപ്പസിനും ബഡ്ജറ്റിനും പറ്റിയൊരു ചെറിയ വണ്ടി. അപ്പോഴും ഏത് വണ്ടി എടുക്കണോന്നുള്ളത് എന്റെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. മുമ്പ് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തത് ഇപ്പോഴും ഉള്ളിൽ ട്രോമയായിട്ട് കിടക്കണേണ്. അതും കൊണ്ട് ഞാൻ കയറി ഇറങ്ങാത്ത വർക്ക്ഷോപ്പിൽ നാട്ടി ബാക്കിയില്ല. അന്നേ ഞാൻ മനസ്സിലുറപ്പിച്ച് ഇനി എടുക്കുകയാണെങ്കിൽ പുതിയ വണ്ടി എടുക്കുള്ളൂ. അങ്ങനെ എന്റെ പർപ്പസിനും ബഡ്ജറ്റിനും പറ്റിയ ഒരു പുതിയ വണ്ടി നോക്കി ഞാൻ നാട്ടിലുള്ള ഷോറൂമുകൾ മൊത്തം കയറി ഇറങ്ങി. പക്ഷെ ഓരോ ഷോറൂമിൽ ചെല്ലുമ്പോഴും എന്റെ മുമ്പിൽ ഓരോ പ്രശ്നങ്ങളായിരുന്നു. ചില സ്ഥലത്ത് എന്റെ പർപ്പസിന് പറ്റിയ വണ്ടി ആയിരിക്കില്ല, ചില സ്ഥലത്ത് ബഡ്ജറ്റ് ഒക്കെ ആയിരിക്കില്ല. ഇനി ഇത് രണ്ടും ഒക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പോ എനിക്ക് വണ്ടിയുടെ ലുക്കും ഇഷ്ടപ്പെടൂല. അങ്ങനെ വണ്ടി എടുക്കാന്നുള്ളത് ഒരു വലിയ തലവേദനയായി തുടങ്ങി എനിക്ക്. ഒന്നാമത് ഏത് വണ്ടി എടുക്കണമെന്നുള്ളത് ഒരു വലിയ കൺഫ്യൂഷനായി മുമ്പിൽ നിൽക്കുമ്പോ ഇതിന്റെ ഇടയിൽ കൂടി ഞാൻ കയറി ഇറങ്ങിയ ഷോറൂമുകളിൽ നിന്ന് മൊത്തം കോള് വന്നു തുടങ്ങി. വണ്ടി ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനേക്കാളും വലുതായിരുന്നു ഇവരുടെ കോൾ എടുക്കണമെന്നുള്ളത്. ഹലോ യമഹേന്നായിരുന്നു വിളിക്കുന്നത്. എനിക്ക് അവന്റെ ബാക്ക് ഇഷ്ടപ്പെടില്ല. എന്റെ ബാക്കാണ് താറാവിന്റെ പോലെ ഉണ്ട്. വേണ്ട ശരി. ഹലോ, ദിസ് ഈസ് ഫ്രം ബജാജ്. ഇല്ല, എനിക്ക് അവന്റെ കളർ ഇഷ്ടപ്പെടില്ല. അപ്പൊ വേണ്ടേ? വേണ്ട. ഓ ഹലോ, TVS എന്നാണ് വിളിക്കുന്നത്. ടെസ്റ്റ് ഡ്രൈവ് വരാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് വേണ്ട. ഓക്കെ, താങ്ക് യു സർ. ശരി. ഷോറൂമുകളിൽ നിന്നുള്ള വിളി ഒരു വലിയ തലവേദനയായി തുടങ്ങി. അവസാനം ഞാൻ കണ്ണും പൂട്ടി ഒരു വണ്ടിയിൽ ഉറപ്പിച്ചു. ഒരു മിനിറ്റും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യട്ടാ, ഇപ്പൊ എത്തും. അങ്ങനെ ഒരുപാട് ദിവസത്തെ തെരച്ചിലിനും അലച്ചിലിനും ഒടുവിൽ ഞാൻ എത്തിയത് സുസുക്കിയുടെ ഷോറൂമിന്റെ മുമ്പിലായിരുന്നു. അപ്പൊ ഇനി കൂടുതൽ സർപ്രൈസും കാര്യങ്ങളൊന്നുമില്ല. എന്റെ ബഡ്ജറ്റിനും പർപ്പസിനും പറ്റിയൊരു ചെറിയ വണ്ടിയെ ഞാൻ എടുത്ത്, സുസുക്കിയുടെ അവനിസ്. നമ്മുടെ വണ്ടി ഇറക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ വേഗം സെറ്റ് ചെയ്യുന്ന ബ്രോയാണ്. നമ്മൾ എന്താവശ്യമുണ്ടെങ്കിലും ബ്രോ കോൺടാക്ട് ചെയ്യാം. സർവീസും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും റെഫറൻസോ കാര്യങ്ങളോ തരാം ബ്രോയ്ക്ക് അതിൻ്റെ, അല്ലെങ്കിൽ ആർക്കാണോ റെഫറൻസ് കിട്ടുന്നത് ആ രീതിയിലൊരു സർവീസ് കൂപ്പണൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി ബ്രോ. അപ്പൊ കൂടുതൽ സുസുക്കിയുടെ വണ്ടി നോക്കണമെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ ബ്രോയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അങ്ങനെ വണ്ടിയും കൊണ്ട് നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയാണ്. ഇനിയുള്ള നമ്മുടെ യാത്രകളിൽ ഇവനും ഉണ്ടാവും കൂടെ. ഇവന്റെ കൂടെയുള്ള പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ ഓക്കെ, ബൈ.